Hello, hi. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ് അല്ലെങ്കിൽ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ വെർച്വൽ ഫംഗ്ഷൻ നേരത്തെ ചെയ്തായിരുന്നു അല്ലേ? ബേസ് ക്ലാസ്, അതായത് മൾട്ടിപാത്ത് വരുന്ന സമയത്ത് എന്താണ് ബേസ് ക്ലാസ്സിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന രണ്ട് ക്ലാസ്സിനെ എന്താക്കാം, വെർച്വൽ ഫംഗ്ഷൻ ആയിട്ട് ഡെറൈവ് ചെയ്യാം അല്ലേ? ആ സമയത്ത് പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഡു നത്തിങ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അതിനകത്ത് കോഡിംഗ് ഒന്നും നമ്മൾ എഴുതാറില്ല. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ബേസ് ക്ലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഈ ഡിക്ലെയർ ചെയ്ത വേരിയബിളിൽ ഡാറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് എന്ന് പറയുന്നിട്ട് അനദർ ഒരു ഫംഗ്ഷൻ. ഇത് നോർമൽ ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ മെമ്പർ ഫംഗ്ഷൻ, നോർമൽ ഡാറ്റ മെമ്പേഴ്സ് ഇതിന്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റും. പ്യൂർ വെർച്വൽ ഫംഗ്ഷന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷനും ഇവിടെ ഒരു വേരിയബിളും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഇവിടെ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡെഫിനിഷൻ ഇല്ല, ഓൺലി ഡിക്ലറേഷൻ ആണ് ബേസ് ക്ലാസ്സിൽ ചെയ്യുന്നത്. വെർച്വൽ എന്നുള്ള കീവേഡ് കൊടുക്കുക. അതിന് കൂടെ തന്നെ എന്താണ് ഫ്ലോട്ട് ക്യാൽ ഏരിയ ഫംഗ്ഷൻ നെയിം കൊടുത്തു, ഈക്വൽ ടു 0 കൊടുക്കുക. അങ്ങനെയാണ് പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വെർച്വൽ എന്നുള്ള കീവേഡ് മസ്റ്റ് ആയിട്ട് വേണം. റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ റിട്ടേൺ ഉണ്ട്. പിന്നെ അതിനുശേഷം എന്താണ് ക്യാൽ ഏരിയ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, അവിടെ ഓൺലി ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഡിക്ലറേഷൻ മാത്രം ഉള്ളത് കൊണ്ടാണ് ഇവിടെ സെമിക്കോളൻ കൊടുത്തത്. അതിനുശേഷം ഇവിടെ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാണ്, ഈ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ക്ലാസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു അനദർ ഒരു ക്ലാസ്. ഇതിലെന്താ കൊടുത്തേക്കുന്നത്, പബ്ലിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. എന്താണ് ഈ സെയിം ഫംഗ്ഷൻ, അതായത് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷനെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്താണ് ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ട് റിട്ടേൺ ടൈപ്പ് പറയണം, ക്യാൽ ഏരിയ എന്നുള്ള ഫംഗ്ഷനെയും കൊടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ ഡയമെൻഷൻ, അതായത് ഇവിടെ ഗെറ്റ് ചെയ്യുന്ന വാല്യൂ ഡയമെൻഷൻ ഇൻറ്റു ഡയമെൻഷൻ, അതായത് എൻ്റെ സ്ക്വയർ എടുത്തിട്ട് റിട്ടേൺ ചെയ്യാൻ പറയണം. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാൻ പറയണം. ഒന്നുകിൽ ഡയമെൻഷൻ സ്ക്വയർ പറയാം, അതല്ലെങ്കിൽ ഡയമെൻഷൻ ഇൻറ്റു ഡയമെൻഷൻ എന്ന് പറയാം. ഓക്കെ, അതിലെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നതല്ലേ, അത് ആ വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു. അനദർ ക്ലാസ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതും ഷേപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഷേപ്പിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അവിടെയും എന്താണ് ഈ ഫ്ലോട്ട് ക്യാൽ ഏരിയ സെയിം നമ്മുടെ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ അവിടെ വീണ്ടും ഡിഫൈൻ ചെയ്യുവാണ്. അവിടെ എന്താ പറഞ്ഞ റിട്ടേൺ എന്താ പറഞ്ഞ 3.14 ഇൻറ്റു എന്ത് പറഞ്ഞു 3.14 ഇൻറ്റു ഡയമെൻഷൻ അല്ലെ, സർക്കിളിന്റെ ഏരിയ അതല്ലേ, പൈ ആർ സ്ക്വയർ ആണ് വരുന്നത്. പൈയുടെ വാല്യൂ പറയുന്നത് 3.14 ഇൻറ്റു ഡയമെൻഷൻ പറഞ്ഞപ്പോൾ അതിന്റെ ഏരിയ കിട്ടിയ ആ വാല്യൂവിനാണ് എന്ത് പറയുന്നത്, റിട്ടേൺ ചെയ്യാൻ പറയുന്നത്. ദെൻ ഇവിടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്ത് ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്ട്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്ട്സ് വെച്ചിട്ട് ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാം അല്ലെ. ഇവിടെ ഗെറ്റ് ഫംഗ്ഷനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റും സർക്കിളിന്റെ സി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റും ചെയ്തു. എന്നിട്ട് എസ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ പറയുമ്പോൾ ഈ ഗെറ്റ് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും. അവിടെ എന്താണ് സി ഇൻ ഡയമെൻഷൻ ആണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഡയമെൻഷൻ റീഡ് ചെയ്യും. റീഡ് ചെയ്തതിന് ശേഷം എന്താണ് സി ഔട്ട് ഏരിയ ഓഫ് സ്ക്വയർ അഗൈൻ ഓപ്പറേറ്റർ ഇട്ടിട്ട് എസ് ഡോട്ട് ക്യാൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ, ഇവിടെ ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട്. ഈ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഇവിടെ സി ഔട്ടിൽ തന്നെ വരും, അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത എന്താണ് സി ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ പറഞ്ഞു. അവിടെയും എന്താണ് സി ഔട്ട് ഏരിയ ഓഫ് സർക്കിൾ എന്താണ് സി ഡോട്ട് ക്യാൽ ഏരിയ പറഞ്ഞു കേട്ടോ. അപ്പൊ ക്യാൽ ഏരിയ പറഞ്ഞപ്പോൾ അവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഡയമെൻഷൻ ഇൻറ്റു 3.14 അല്ലെ. ആ വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യും, അത് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ ബേസ് ക്ലാസ്സിനകത്ത് അതിന്റെ ഡിക്ലറേഷൻ മാത്രം കൊടുക്കുക. വെർച്വൽ എന്നുള്ള കീവേഡ് കൊടുക്കണം, ഈക്വൽ ടു 0 കൊടുക്കണം. എന്നിട്ട് ഏത് ക്ലാസ്സിനകത്താണ് നമുക്ക് റീഡിഫൈൻ ചെയ്യേണ്ടത് അതിനകത്ത് റീഡിഫൈൻ ചെയ്യാം. ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ വെർച്വൽ ഫംഗ്ഷനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ വെർച്വൽ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിലാണോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ആ ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തമ്മിൽ റിലേറ്റഡ് ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇന്ന് പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ എനിക്കറിയുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇത് സിഒ C++ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, എന്തായാലും പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് C++ മസ്റ്റായിട്ട് അവർ പഠിക്കുന്നുണ്ടാവും. അപ്പം അത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.